മറവി പോലുള്ള വ്യാധികൾക്കുള്ള ഔഷധമാണ് വായനയെന്ന് പ്രശസ്ത എഴുത്തുകാരനും പത്രപ്രവർത്തകനും മാധ്യമരംഗത്തെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TVM അലി പ്രസ്താവിച്ചു. മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മുടെ എഴുതുന്ന ശൈലി, ഭാഷാഘടന എന്നിവ സ്വന്തമായ ഒരു ഭാഷാഘടന കണ്ടെത്തണമെങ്കിൽ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. ഒരാളുടെ കൃതിയല്ല, എല്ലാ സാഹിത്യകൃതികളെയും എല്ലാവരുടെയും സാഹിത്യകൃതികളും വായിച്ചാൽ മാത്രമേ നമുക്ക് സ്വന്തമായ ഒരു ഭാഷ, സ്വന്തമായ ഒരു ശൈലി നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അവസാനിപ്പിക്കണം. വേണ്ട. അടുത്തത് നമ്മുടെ മാനസികമായ സമ്മർദ്ദം. നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പം ടെൻഷൻ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ടെൻഷൻ, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ അലട്ടുന്നുണ്ട്. വീടിനകത്തും പുറത്തും വിദ്യാലയത്തിലുമെല്ലാം നമുക്ക് ഒരുപാട്. ഞാങ്ങാട്രി AUP സ്കൂളിൽ നടന്ന വായനാ ദിനാചരണത്തിന്റെയും PN പണിക്കർ അനുസ്മരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംസ്കാരങ്ങളും പ്രദേശങ്ങളും ജാതിമത ചിന്തകളും തമ്മിലുള്ള അകലം കുറയ്ക്കാനും വായന അനിവാര്യമാണെന്നും വായനയില്ലെങ്കിൽ വളയുമെന്ന കുഞ്ഞുണ്ണി മാസ്റ്ററുടെ പ്രയോഗം ഇവിടെ സ്മരണീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥിയായ തടത്തിലകത്ത് മൊയ്തുട്ടി ഹാജി സ്പോൺസർ ചെയ്ത മാധ്യമ ദിനപത്രത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് CP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ M താഹിർ, MP ശിവശങ്കരൻ മാസ്റ്റർ, K ബിന്ദു, തടത്തിലകത്ത് മൊയ്തുട്ടി ഹാജി, നാസർ കാരക്കാട്, അബൂബക്കർ KP, ഉണ്ണികൃഷ്ണൻ, ജ്യോതിലക്ഷ്മി TK, വാണി, സോജ, ശ്രീലത എന്നിവർ പ്രസംഗിച്ചു.